നടുറോഡിൽ തർക്കം. സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷിനെ പോലീസ് പൊക്കി. മദ്യപിച്ചില്ല എന്ന് തെളിഞ്ഞതോടെ വിട്ടയച്ചു. അനന്തകൃഷ്ണൻ വിശദവിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനന്തൻ, എന്തായിരുന്നു സംഭവിച്ചത്? മോത്തി, ഇന്നലെ രാത്രിയിൽ 11 മണിയോടെ തിരുവനന്തപുരം ശാസ്തമംഗലം ജംഗ്ഷനിലായിരുന്നു ഈ സംഭവം ഉണ്ടായത്. സുരേഷ് ഗോപിയുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷ് ശാസ്തമംഗലത്ത് നിന്ന് സുരേഷ് ഗോപിയുടെ വീട്ടിൽ നിന്ന് വെള്ളയമ്പലത്തേക്ക് വരികയായിരുന്നു. അവിടെ വെച്ച് മറ്റൊരു വാഹനവുമായി നേർക്കുനേർ വന്നു. ആ വാഹനം ഓടിച്ചിരുന്നത് KPCC നേതാവ് വിനോദ് കൃഷ്ണയായിരുന്നു. ഈ രണ്ടുപേരുടെയും വാഹനം നേർക്കുനേർ വന്ന് പരസ്പരം ഇടിക്കുന്ന സ്ഥിതിയിലേക്ക് വന്നു. അപ്പോൾ വാഹനം ആ നടുറോഡിൽ തന്നെ ചവിട്ടി നിർത്തി രണ്ടുപേരും ഇറങ്ങി പരസ്പരം വലിയ തർക്കമായി. അവിടെ സമീപത്ത് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഈ റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ട് തന്നെയായിരുന്നു ഏതാണ്ട് 15 മിനിറ്റോളം ഇരുവരും ആരാണ് കുറ്റക്കാർ എന്ന തരത്തിൽ പരസ്പരം വാഗ്വാദം ഉണ്ടായത്. തുടർന്ന് വിനോദ് കൃഷ്ണ തന്നെ പോലീസിനെ വിളിച്ചു വരുത്തി. ആ വിളിച്ചു വരുത്തിയ ശേഷം വിനോദ് കൃഷ്ണ പോലീസിനോട് പറഞ്ഞത് ഈ മാധവ് സുരേഷ് മദ്യപിച്ചിട്ടുണ്ടെന്ന് സംശയമുണ്ട്, അയാൾ കയർത്ത് സംസാരിക്കുന്നു എന്നുള്ളതാണ്. ഈ സംശയത്തിലാണ് മാധവ് സുരേഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്നത്. ആ കസ്റ്റഡിയിലെടുത്ത് പോലീസ് വാഹനത്തിൽ കയറ്റുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസ് പുറത്തുവിടുന്നത്. അതിനുശേഷം രണ്ടുപേരും പോലീസ് സ്റ്റേഷനിലെത്തി മാധവ് സുരേഷിനെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കി. തുടർന്ന് മാധവ് സുരേഷ് മദ്യപിച്ചിട്ടില്ല എന്ന് പോലീസ് കണ്ടെത്തി. അതിനുശേഷം രണ്ടുപേരും തമ്മിൽ വീണ്ടും മധ്യസ്ഥ ചർച്ച പോലീസിന്റെ നേതൃത്വത്തിൽ നടന്നു. അതേ തുടർന്ന് വിനോദ് കൃഷ്ണ പരാതിയില്ല എന്ന് പറഞ്ഞ് പിൻവാങ്ങി. അങ്ങനെയാണ് രണ്ടുപേരും കൈകൊടുത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പിരിഞ്ഞത്. വന്ന ഏതോ രണ്ട് യാത്രക്കാർ എന്നതിലപ്പുറം ഇതിലെന്തെങ്കിലും രാഷ്ട്രീയമുണ്ടോ? മോത്തി, ചോദ്യം ആവർത്തിക്കാമോ? ഈ രണ്ടുപേരും നേർക്കുനേർ വന്ന ഏതോ രണ്ട് വഴിയാത്രക്കാർ എന്നതിലപ്പുറം രണ്ട് രാഷ്ട്രീയമായി എന്തെങ്കിലും ഇതിന് പിന്നിലുണ്ടോ? രാഷ്ട്രീയമൊന്നുമില്ല. കാരണം യാദൃശ്ചികമായി സംഭവിച്ചതാണ്. മാധവ് സുരേഷ് ഒരു ഭാഗത്തൂടെ വരുന്നു, എതിർവശത്തൂടെ വിനോദ് കൃഷ്ണ വരുന്നു. രണ്ടുപേരും ആ ശാസ്തമംഗലം ജംഗ്ഷനിൽ വെച്ച് വാഹനം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്ന സമയത്താണ് പരസ്പരം ഇടിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയത്. അപ്പോൾ സ്വാഭാവികമായും റോഡിൽ പരസ്പരം തിരിച്ചറിഞ്ഞിട്ടില്ല. ഡ്രൈവർമാർ വണ്ടി ഓടിച്ചത് ആരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. പക്ഷേ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ വിനോദ് കൃഷ്ണയ്ക്ക് ആളെ മനസ്സിലായി. തുടർന്നാണ് പോലീസിനെ വിളിച്ചു വരുത്തിയത്. കാരണം കുറച്ച് മാധവ് സുരേഷിൻ്റെ പ്രകടനം നമുക്കറിയാമല്ലോ, കുറച്ച് എക്സെൻട്രിക് ആയിട്ടും കുറച്ച് ഒരു കയർത്തും സംസാരിക്കും. അപ്പോൾ അത് കണ്ടപ്പോൾ വിനോദ് കൃഷ്ണയ്ക്ക് സംശയമായി മാധവ് സുരേഷ് മദ്യപിച്ചിട്ടാണോ അലക്ഷ്യമായിട്ടാണോ വണ്ടി ഓടിച്ചതെന്ന്. അങ്ങനെയാണ് പോലീസിനെ വിളിച്ചു വരുത്തിയത്. പക്ഷേ പോലീസ് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയി പരിശോധന നടത്തിയപ്പോൾ മദ്യപിച്ചിട്ടില്ല എന്ന് മനസ്സിലായി. തുടർന്ന് വിനോദ് കൃഷ്ണ പറഞ്ഞത് ഈ രണ്ടുപേർക്കും ഫോണിൽ സംസാരിച്ചാണോ വന്നതെന്നൊക്കെയുള്ള സംശയം ഉണ്ടായി എന്നാണ്. ഏതായാലും രണ്ടുപേരും രമ്യതയിൽ തന്നെയാണ് പിരിഞ്ഞതെന്നാണ് മ്യൂസിയം പോലീസ് പറയുന്നത്. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ ഇത് കാണുകയും ചിലർ മൊബൈലിൽ ചിത്രീകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. കാരണം ചുറ്റുമുള്ളവർ ശ്രദ്ധിക്കുന്ന രീതിയിലുള്ള ഒരു തർക്കം രണ്ടുപേരും തമ്മിൽ ഉണ്ടായി. സുരേഷ് മാത്രമാണോ ഇത്തരത്തിൽ കയർത്ത് സംസാരിക്കുകയും തർക്കിക്കുകയും ചെയ്തത്, അതോ ഈ വിനോദ് കൃഷ്ണയും അത്തരത്തിൽ തിരിച്ചു പ്രതികരിക്കുകയും ഉണ്ടായോ? രണ്ടുപേരും തർക്കമുണ്ടായി. രണ്ടുപേരും പരസ്പരം വലിയ സംസാരങ്ങളുണ്ടായി, തർക്കമുണ്ടായി. സ്വാഭാവികം, നമുക്കൊരു വാഹനം റോഡിൽ വെച്ച് പരസ്പരം ഇടിക്കാനൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും വാഹനം ഓടിക്കുന്നവർ തമ്മിലുണ്ടാകുന്ന ഒരു തർക്കം, ആ തർക്കമാണ് ഉണ്ടായത്. വാഹനം നിർത്തി പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴാണ് വിനോദ് കൃഷ്ണയ്ക്ക് ആളെ മനസ്സിലായത്. തുടർന്ന് വിനോദ് കൃഷ്ണയാണ് മ്യൂസിയം പോലീസിനെ വിളിച്ചു വരുത്തിയത്. ഈ മാധവ് സുരേഷ് മദ്യപിച്ചിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്, കസ്റ്റഡിയിലെടുക്കണം, എനിക്ക് പരാതിയുണ്ട് എന്ന് ഇയാൾ പറയുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മാധവ് സുരേഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയി വൈദ്യപരിശോധന നടത്തിയത്. അതിനുശേഷം ഈ സംഭവം GD എൻട്രി നടത്തിയ ശേഷം രണ്ടുപേരെയും പറഞ്ഞു വിടുകയായിരുന്നു. ഈ ഗതാഗതം വളരെ നേരം തടസ്സപ്പെടുത്തിയെന്നാണല്ലോ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇരുവർക്കുമെതിരെ ഇത്തരത്തിലൊരു നടപടി ഉണ്ടാവേണ്ടതല്ലേ? അതിലെന്താണ് പോലീസ് പറയുന്നത്? ഇല്ല, അങ്ങനെ ഗതാഗതം തടസ്സപ്പെടുത്തി എന്ന് പറയുന്നത് വലിയ തോതിൽ അങ്ങനെ ഒരു തടസ്സം ഉണ്ടായിട്ടില്ല. സാധാരണ ഒരു രണ്ട് വാഹനങ്ങൾ റോഡിൻ്റെ നടുക്ക് നിർത്തിയിട്ട് പ്രശ്നമുണ്ടായി. ഒരു 15 മിനിറ്റോളം തർക്കമുണ്ടായി എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും നിയമ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ പ്രധാനപ്പെട്ട രണ്ടുപേരാണ് നടുറോഡിൽ ഈ തർക്കത്തിൽ ഏർപ്പെട്ടത് എന്നുള്ളതാണ് അതിനകത്തെ കൗതുകം. കാരണം അതും യാദൃശ്ചികമായിട്ടാണ്. രണ്ടും എതിർ രാഷ്ട്രീയ ചേരിയിൽ നിൽക്കുന്നവരാണ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മകനാണ് മാധവ് സുരേഷ്. മാധവ് സുരേഷ് വാഹനം തോന്നിപ്പോകും ഇനി രണ്ടാളും ഈ എതിർചേരിയിൽപ്പെട്ട രാഷ്ട്രീയത്തിൽപ്പെട്ട ആൾക്കാരാണ് എന്നതുകൊണ്ട് അതിലെന്തെങ്കിലും രാഷ്ട്രീയം കൊണ്ടാണോ ഇത്തരത്തിൽ തർക്കം ഉണ്ടായത് എന്നൊക്കെ തോന്നിപ്പോകുന്ന തരത്തിൽ കൗതുകകരമൊരു സംഭവമാണിതല്ലേ? നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. പോലീസ് മാധവ് സുരേഷിനെ വിളിച്ചുകൊണ്ടുവന്ന് ആ പോലീസ് ജീപ്പിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് സംസാരിച്ച ശേഷം ആ പോലീസ് ജീപ്പിൽ കയറ്റി കൊണ്ടുപോവുകയാണ്. അത് മദ്യപിച്ചിട്ടുണ്ടെന്നുള്ള സംശയത്തിലാണ്. അതിനുശേഷം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു, വൈദ്യപരിശോധന ആശുപത്രിയിൽ കൊണ്ടുപോയി നടത്തി. അതിനുശേഷം മദ്യപിച്ചിട്ടില്ല എന്ന് കണ്ടെത്തി. അപ്പോഴേക്കും വിനോദ് കൃഷ്ണയും പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി. അവിടെ വെച്ച് പോലീസ് പറഞ്ഞു മാധവ് സുരേഷ് മദ്യപിച്ചിട്ടില്ല. അപ്പോൾ പറഞ്ഞത് നമ്മൾക്ക് സംശയമുണ്ടായിരുന്നു, ഫോണിൽ സംസാരിച്ചുകൊണ്ട് അലക്ഷ്യമായിട്ടാണോ വന്നതെന്നൊക്കെയുള്ള രീതിയിൽ സംസാരിച്ചു. പിന്നീട് പോലീസ് രണ്ടുപേർക്കും പരാതിയില്ല എന്നുള്ള
ധാരണയിൽ രണ്ടുപേരെയും വിട്ടയക്കുകയായിരുന്നു. പക്ഷേ GD എൻട്രി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനൊരു സംഭവം ഉണ്ടായതായിട്ട്, ഇങ്ങനൊരു റോഡിലൊരു തർക്കവും വാഹനം അപകടത്തിനുള്ള ശ്രമവും ഉണ്ടായതായുള്ള GD എൻട്രി രേഖപ്പെടുത്തിയ ശേഷം രണ്ടുപേരെയും വിട്ടയക്കുകയാണ് ചെയ്തത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നടപടികളൊന്നും ഇനി ഉണ്ടാകാൻ സാധ്യതയില്ല. ഏതായാലും ഈ രണ്ടുപേർ തമ്മിൽ തർക്കമുണ്ടാകുന്നു. അത് രണ്ടുപേരും സെലിബ്രിറ്റികൾ, ഒരാൾ രാഷ്ട്രീയ നേതാവും ഒരാൾ ഒരു സെലിബ്രിറ്റിയുടെ മകനും, മാത്രമല്ല ഇപ്പോൾ സിനിമാ നടൻ കൂടിയാണ് മാധവ് സുരേഷ്. അപ്പോൾ അങ്ങനെ രണ്ടുപേരുടെ ഒരു തർക്കം അത് മദ്യപിച്ചു എന്നുള്ള പരാതിയിലെത്തുന്നു. അതിനുശേഷം പോലീസ് ഈ മദ്യപിച്ചു എന്ന് സംശയമുള്ള ആളെ പരിശോധിക്കുന്നു. ആ പരിശോധനയിൽ മദ്യപിച്ചിട്ടില്ല എന്ന് കണ്ടെത്തുന്നു. കാരണം മാധവ് സുരേഷിന്റെ ഒരു പ്രകടനം ആ രീതിയിലായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഒരു സംശയമുണ്ടായത്. നമുക്ക് ആരോടെങ്കിലും ദൃക്സാക്ഷികളോട് ആരോടെങ്കിലും സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ അനന്തൻ? തീർച്ചയായിട്ടും നമ്മുടെ ഒരു സുഹൃത്താണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത്. അപ്പോൾ അവർക്കും ആദ്യം കാര്യം മനസ്സിലായില്ല, ഇതെന്തിനാണ്. അപ്പോൾ ഈ ചിത്രീകരിക്കുന്ന സമയത്തും അവർ വിചാരിച്ചത് മാധവ് സുരേഷ് മദ്യപിച്ചിട്ടുണ്ട്, അങ്ങനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോവുകയാണെന്നാണ്. അവരൊന്നും പിന്നെ പോലീസ് വാഹനം വിട്ടുപോയ ശേഷം പിന്നെ അതിൻ്റെ ഫോളോ അപ്പ് അവർ ചെയ്തതുമില്ല. അവരെ അങ്ങ് കൊണ്ടുപോയി അവിടെ ശാന്തമായി. പിന്നെ നമ്മൾ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടുമ്പോഴാണ് ഇങ്ങനെയൊക്കെയാണ് സംഭവം നടന്നത് എന്ന് മനസ്സിലാകുന്നത്. പോലീസ് ഏതായാലും ഇതൊരു വലിയ മല പോലൊരു വാർത്തയൊന്നുമല്ല, ഒരു കൗതുകമാണ് ഇതിന് പിന്നിലുള്ളത്. ഇരുകൂട്ടരും അവരുടെ രാഷ്ട്രീയം ഒന്നും മനസ്സിലാക്കിയോ ഇത് ആരാണെന്ന് തിരിച്ചറിയുകയോ ഒക്കെ ചെയ്യാതെ നേർക്കുനേർ വന്ന് പെടുകയായിരുന്നു. അത്തരത്തിൽ റോഡിലുണ്ടാവുന്ന ചില തർക്കങ്ങൾ പോലെ ഒരു തർക്കമാണ് ഉണ്ടായത്. പിന്നീട് അത് മാധവ് സുരേഷ് ആണെന്നും വിനോദ് കൃഷ്ണയാണെന്നും ഒക്കെ തിരിച്ചറിയുന്നത് പിന്നെയാണ് ഇരുവർക്കും തമ്മിൽ മനസ്സിലാകുന്നതും. മദ്യപിച്ചോ എന്ന സംശയവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് പോലീസിനെ അറിയിച്ചു. പോലീസ് എത്തി. പക്ഷേ കാര്യങ്ങൾ രമ്യതയിൽ പരിഹരിക്കപ്പെട്ടു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം.